ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മ്യൂസിക് ചാനൽ. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ 220 മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വിറ്റല്ല, ചെറിയ കാൽട്രേഷൻ വരുത്തുന്നുണ്ട്. കാരണം ഇതിൽ സ്റ്റോക്കായിട്ട് മിറർ വരുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറിലാണ്. അവിടെ നിന്ന് ചേഞ്ച് ചെയ്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ മെയിനായിട്ടും ഇതേപോലുള്ള മിറേഴ്സൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെക്കാൻ ഇരിക്കുന്നവന്മാർക്കും അതിന് ഏത് വണ്ടി ആയിക്കോട്ടെ, പിന്നെ എസിൻ്റെയൊക്കെ ലുക്ക് മാറ്റാൻ വേണ്ടി മിറേഴ്സ് ഒന്ന് മാറ്റി ഹാൻഡിൽ ബാറിന്ന് മാറ്റി കിറ്റിലൂടെ ആക്കണം എന്നുള്ളവർക്കും, പിന്നെ RSനൊക്കെ നിങ്ങൾക്കറിയാം ഒരുമാതിരി വലിയ കുറച്ച് പ്രൊജക്റ്റ് ആയിട്ടുള്ള മിറേഴ്സ് ആയിരിക്കും വന്നാൽ അതിനെ കുറച്ച് ലുക്ക് കുറവാണ്. അതപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുള്ളവർക്കും വേണ്ടി മാത്രമാണ്. അത് തന്നെ ഈ മിറേഴ്സ് വാങ്ങിച്ച് വെക്കുന്നവന്മാരുടെ കാര്യം പറഞ്ഞാൽ വാങ്ങിച്ച് വെക്കരുത്. നിങ്ങൾ ഊപ്പാട് വരും. ആദ്യം ഒരു 4-5 മാസം കഴിയുമ്പോൾ ഒരെണ്ണം ഓടിയും. ആ ഒരെണ്ണം ഓടി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അടുത്ത മിറർ ഓടിയും. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ഒട്ടിച്ചാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഓടിഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഞാൻ ഒരു പരിപാടി ചെയ്തത് ഇങ്ങനെ ഒരു ക്ലാമ്പ് ഇട്ട് വെച്ചതാണ്. അതിനുശേഷം ഈ ഒരു മിറർ ഒടിഞ്ഞില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കൊടുത്തിരുന്ന സ്റ്റേ ആണ് ഒടിഞ്ഞത്. പിന്നെ ഞാൻ ഇത് മടുത്താണ് ഊരി വെച്ചത്. ഇതിനു മുമ്പേ ഹാൻഡിൽ നിന്ന് മാറ്റി എൻ്റെ ഈ ഒരു മിറർ സെറ്റപ്പ് കിറ്റിലായിരുന്നു ആക്കി വെച്ചിരുന്നത്. പക്ഷേ ഇത് എപ്പോഴും ഒടിയുന്നുണ്ട്. ഞാൻ മാറ്റി 220 എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിന് 1500 രൂപ പിക്ചറായിട്ടുണ്ട്. ഇത് വാങ്ങിച്ചു വെച്ചാലും വീണ്ടും ഓടിയും. ചുമ്മാ വാങ്ങിച്ചു വെച്ച് പൈസ കളയരുത്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഊപ്പാട് വരും, മനസ്സ് മടുക്കും. കാരണം ഞാൻ ഇതെടുത്തോണ്ട് എവിടെ പോയാലും ലോങ് പോകുമ്പോഴത്തേക്ക് ഓടിയും. പിന്നെ ഒരു പോക്കറ്റ് ഇട്ടുണ്ട് വരുന്നത്. ഇതിൽ ഉയരെ കണക്ട് ചെയ്തിട്ടിരുന്നത് കൊണ്ട് മാത്രം താഴെ വീണ് പൊട്ടാതെ ഇത് വീഡിയോ വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 220 മിറേഴ്സിനാണെങ്കിൽ ഒന്നിന് 340, അപ്പോൾ 2,000 നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഇതിന് വേണ്ടി ഞാൻ നേരത്തെ കിറ്റിൽ എൻ്റെ ഹോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഹോൾ ജസ്റ്റ് ഒന്ന് മാറ്റി അടിക്കേണ്ടി വരും. സാധനം സെറ്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയ മിറർ അടിച്ചു വെച്ചിരുന്ന ഹോൾ. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ഹോൾ മാറ്റി അടിക്കേണ്ടി വരും. അത് ചുമ്മാ എവിടെയെങ്കിലും അടിച്ചാൽ പോരാ, നിങ്ങൾ വെച്ച് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മിറർ എവിടെ നിന്ന് കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടുമോ ആ രീതിയിൽ തന്നെ വെച്ച് അടിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ പണി കിട്ടും, ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ വെച്ച് നോക്കി അടിച്ച് ഈ സൈഡ് മൊത്തം ഹോളാവും. അത്യാവശ്യം ആൾട്രേഷനൊക്കെ ചെയ്ത് പരിചയമുള്ള കടയെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരിൽ ഒരുപാട് ഐഡിയ ആണ് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതേപോലൊരു ബോൾട്ടാണ് വരുന്നത്. ഇത്രയുള്ള ചെറിയ ബോൾട്ട് ഇതകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് സ്ക്രൂ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ ലെന്ത് കുറവായതുകൊണ്ട് ഇതിലെ 2 ബോൾട്ടും ഇവിടെ ഒരെണ്ണമുണ്ട്. അത് രണ്ടും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തരുന്നത്. ആ റിമൂവ് ചെയ്ത് കടയിൽ തന്നെ കളഞ്ഞ് എടുത്തുകൊണ്ട് ഒരെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ട് വന്നതാണ്. അത് റിമൂവ് ചെയ്തതിന് ശേഷം അകത്തുനിന്ന് 2 ലെന്തുള്ള എലങ്കി ബോൾട്ട്, ഇത്രയുള്ള ലെന്തുള്ള അലങ്കി ബോൾട്ട് ഇട്ടിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ നോക്കി അങ്ങനെയാണ് 2 സൈഡിലും ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മെറ്റലാണ്. ഇതെന്തായാലും ഒടിയില്ല. കേസ് വീഴ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഈ കിറ്റോട് ഒടിഞ്ഞ് വന്നാലും ഇത് ഒടിയില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ മിറർ പൊട്ടും വീണ് കഴിഞ്ഞാൽ അത് ഇപ്പോഴേ പറയാം. പിന്നെ ഈ ഒരു പാർട്ട് നല്ലേക്ക് തിക്നെസ് ഉള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഒടിയൊന്നുമില്ല. എങ്കിലും നിങ്ങളൊരു സേഫ്റ്റിക്ക് വേണ്ടി അകത്ത് 2 വാഷറിട്ട് നന്നായിരിക്കും. പിന്നെ വൈബ്രേഷനൊക്കെ വരായിരിക്കും. ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു റബ്ബറിലെ കോട്ടിംഗ് ഉണ്ട്. അതുകൂടെ മാക്സിമം വെക്കാൻ നോക്കണം. അപ്പോൾ അതും കൂടെ വെച്ചാൽ 2 സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ചെയ്യുമ്പോഴത്തേക്ക് 2 സൈഡും ഒരേ ലെവലിൽ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കണം. അത് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ പിടിച്ച് വെച്ചാൽ എന്തായാലും 2 സൈഡ് 2 സൈഡിലോട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കടയിൽ തന്നെ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ പഴയ മറന്ന് കടയിൽ തന്നെ കൊടുത്താണ് ചെയ്തത്. ഞാൻ ഊരിയിട്ട് ആ ഒരു സെയിം സ്ഥലത്ത് തന്നെ വെക്കാനാണ് നോക്കിയത്. പക്ഷേ ഹോൾ മാറ്റി അടിക്കണം. അപ്പോൾ അതിന് ഡ്രിൽ ബിറ്റും കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഷോപ്പിൽ തന്നെ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇത് ആറ്റിങ്ങൽ മോട്ടോനിൽ നിന്നാണ് സെറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് സൈഡിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ചേട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പക്കയായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാടൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഹോളാവും. എനിക്ക് 2 ഹോള് പഴയതിൻ്റെതാണ്. ഒന്ന് പഴയ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഹോളും മറ്റത് ഇൻഡിക്കേറ്ററിൻ്റെ അകത്തിടുന്ന ഒരു ഹോളുമാണ്. ഈ ഒരു 2 ഹോളും എനിക്കൊന്ന് അടയ്ക്കണം. കാരണം അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ടും കറക്റ്റ് ഒരേ ലെവലാണ്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് ഒരു മിററിനൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ അന്ന് കുറച്ച് വണ്ടി ഓടിച്ചിട്ട് എൻ്റെ ഒരു വിസിബിലിറ്റിക്ക് അനുസരിച്ച് ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് വരുത്താനുണ്ട്. ഇപ്പം എനിക്ക് ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിസിബിലിറ്റിയിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കറക്റ്റ് എൻ്റെ ഒരു നീഡിനനുസരിച്ചുള്ള വിസിബിലിറ്റിയിൽ ഈ ഒരു മിറർ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ബാക്കി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും പക്കയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യുന്നിട്ട് വേറൊരു കാര്യം നോക്കണം. 2 സൈഡിൽ ഹാൻഡിലൊന്ന് തിരിച്ചിട്ട് നമ്മുടെ ബ്രേക്ക് ലിവറോ ക്ലച്ച് ലിവറോ ഈ മിററിൽ ഒന്ന് തട്ടുന്നുണ്ടാകുന്ന ഉറപ്പായിട്ട് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ തട്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇത് സൂക്ഷിച്ചൊക്കെ വളയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് എങ്കിലും എപ്പോഴും ഒരേണക്ക് ഇരിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ സ്പീഡിനൊക്കെ വളച്ചു കൊടുക്കും. ഇതിന് നേരെ ഇടിക്കും, ആ ഗ്ലാസ് പൊട്ടും. ഇപ്പുറത്തോടെ വളയ്ക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇടിച്ച് ആ ഗ്ലാസും പൊട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും വണ്ടിയെക്കാരെങ്കിലും എടുത്ത് ഓടിക്കാൻ പാടില്ല 2 മിററും പൊട്ടും. അപ്പോൾ അതൊന്നും നോക്കിയിട്ടാണ് വെക്കാൻ വേണ്ടി. ഇതിൽ ഇവിടെയും ഈ അലങ്കിയ ബോട്ടിൽ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇവിടെയും പറ്റും. അപ്പോൾ ആ രീതിയിൽ 2 സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്ത് ഈ 2 ഹാൻഡിലോ ക്ലച്ച് ലിവറിലോ തട്ടാത്ത രീതിയിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാതെ കണ്ടന്റ് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്ക്. ഞാൻ നേരത്തെ RSൻ്റെ കാര്യം പറഞ്ഞല്ലോ. RSന് ഈ കാണിക്കുന്ന പോലെ ഒരു വലിയ ലോങ് ആയിട്ടുള്ള മിറേഴ്സാണ് വരുന്നത്. അത് കുറച്ച് വൃത്തിയിടായിട്ടിരിക്കും. മിക്കുള്ളവരും ചെയ്യുന്നത് ഇതേപോലത്തെ മിറേഴ്സ് എടുത്ത് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് സെറ്റ് ചെയ്താൽ എന്തായാലും ഓടിയും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടും വില കുറച്ചും പോകാൻ പറ്റിയൊരു ആൾട്ടർനേറ്റീവാണ് 220 മിറർ. ഇത് നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ട്, ഒടിയയില്ല. ഇതേപോലെ നിങ്ങൾക്ക് എവിടെ വിശ്വസിച്ചെടുത്തുകൊണ്ട് പോകാനും പറ്റും. അപ്പോൾ അതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചുപേരൊക്കെ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.